വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ജി എസ് ടിക്കകത്ത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ കഴിഞ്ഞു അല്ലേ. ക്ലോസ് ബി എന്തായിരുന്നു? ഇമ്പോർട്ട് ഓഫ് സർവീസുകളെ കുറിച്ചായിരുന്നു നമ്മൾ ക്ലോസ് ബിക്കകത്ത് പറഞ്ഞത്. ഓരോന്നിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെഡ്യൂൾ നമ്പർ 1നെ കുറിച്ചാണ്. എന്തായിരുന്നു ഷെഡ്യൂൾ നമ്പർ 1? ദാറ്റ് മീൻസ് നമ്മൾ ജി എസ് ടി ആ സ്കോപ്പ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന സാധനം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്തു പറഞ്ഞായിരുന്നു കൺസിഡറേഷൻ മാൻഡേറ്ററി ആണ് അല്ലേ. അതായത് ജി എസ് ടി എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ടാക്സബിൾ ആവണമെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആണ്. പക്ഷേ ഷെഡ്യൂൾ നമ്പർ 1നകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് ഓക്കെ, അത് ടാക്സബിൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. ടാക്സ് പേ ചെയ്യണോ അല്ലെങ്കിൽ എത്ര രൂപ ടാക്സ് പേ ചെയ്യണം എന്നുള്ളതൊക്കെ സെക്കൻഡറി. ഓക്കെ, അതൊന്നും ഇപ്പോൾ നമുക്ക് കയറി വരുന്ന ഒരു പ്രശ്നമല്ല. അത് നമുക്ക് വഴിയേ വരുന്ന ചാപ്റ്ററുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് കൺസിഡറേഷനേ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അതിന് ടാക്സ് കൊടുക്കണേ, അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ടാക്സ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ അതിൻ്റെ ബേസ് മാത്രമാണ് മനസ്സിലാക്കാൻ പോണേ. ദാറ്റ് മീൻസ് ഒരു ട്രാൻസാക്ഷനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ക്ലോസ് എ പ്രകാരം നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ക്ലോസ് സി പ്രകാരം നമ്മളോട് പറയുന്നു ഷെഡ്യൂൾ നമ്പർ 1നകത്ത് പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ആണോ അവിടെ എന്ത് ആവശ്യമില്ല, കൺസിഡറേഷൻ മാൻഡേറ്ററി അല്ല. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? നമ്മുടെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, നോക്കി Section 7, subsection 1, clause E of CGST Act 2017, the activities specified in schedule number 1, they made or agreed to be made without consideration. Okay, made or agreed to be made. എങ്ങനെയാ? വിത്തൗട്ട് കൺസിഡറേഷൻ. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഷെഡ്യൂൾ നമ്പർ 1, activities to be treated as supply even if made without consideration. എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ട്രീറ്റഡ് ആസ് സപ്ലൈ. മനസ്സിലായോ? ഏതൊക്കെയാന്ന് നോക്കി. ഒന്ന്, ദ പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് എ ബിസിനസ് അസറ്റ്സ് വേർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവൈൽഡ് ഓൺ സച്ച് അസറ്റ്സ്. ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വാക്കാണ് പറഞ്ഞത്, പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് എ ബിസിനസ് അസറ്റ്. അതായത് നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് കൺസിഡറേഷൻ. നമ്മൾ ഒരു രൂപ പോലും കൺസിഡറേഷൻ ആയിട്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ആ അസറ്റിന്റെ ഏത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അവൈൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സിറ്റുവേഷൻ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? നമ്മുടെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാവേ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ GST നമ്പറും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു AC വാങ്ങിക്കുന്നു. ഓക്കെ, AC വാങ്ങിച്ചു, GST ആണ്. ദാറ്റ് മീൻസ് ഞാൻ ടാക്സ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. AC ഇവിടെ കൊണ്ടുവച്ചു. ആദ്യത്തെ മാസം തന്നെ ഞാൻ ഇതിൻ്റെ ഫുൾ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞാൻ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് ഫുൾ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞാൻ ക്ലെയിം ചെയ്തു. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 20,000 ഒരു 7,000 രൂപയായിരുന്നു അതിൻ്റെ ടാക്സ് എന്ന് വിചാരിക്കുക. 20,000 റുപ്പീസ് ആയിരുന്നു ACയുടെ വാല്യൂ, ഒരു 7,000 റുപ്പീസ് ആയിരുന്നു അതിൻ്റെ GST. അങ്ങനെ 27,000 കൊടുത്തിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ച് ഞാൻ AC ഇവിടെ കൊണ്ടുവച്ച് ഒരു മാസം കഴിയുമ്പോഴേക്കും തന്നെ ദാറ്റ് മീൻസ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫുള്ളായിട്ട് അവൈൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇത് വീട്ടിലോട്ട് കൊണ്ടുപോയി. സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള പേരിലാണ് ഞാൻ ഇത് വാങ്ങിക്കണേ. ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫുള്ളായിട്ട് അവൈൽ ചെയ്തതിന് ശേഷം, ഫുള്ളായിട്ട് ഞാൻ ക്ലെയിം ചെയ്തതിന് ശേഷം ഞാൻ ഈ AC എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര രൂപ ലാഭിക്കാം? 7,000 രൂപ ലാഭിക്കാം. കാരണം ആക്ച്വലി ഞാൻ ഇത് എൻ്റെ വീട്ടിലോട്ട് വാങ്ങിച്ചാണെങ്കിലും എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലോ, ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചാൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഓക്കെ, ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ അസറ്റ് ഡിസ്പോസ് ചെയ്യുകയാണ്, പക്ഷേ അതിൻ്റെ ഫുൾ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, മനസ്സിലായല്ലോ? ആൻഡ് ദ സെക്കൻഡ് വൺ, supply of goods or services or both between the related person or between the distinct person as specified in section number 25 when made in the course or furtherance of business. അതായത് നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ റിലേറ്റഡ് പേഴ്സൺസിന്റെ കയ്യിൽ നിന്നോ ഡിസ്റ്റിങ് പേഴ്സന്റെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങിക്കുന്നതെങ്കിൽ ഓക്കെ, അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ നമ്മുടെ റിലേറ്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതെല്ലാം എന്താണെന്ന് പഠിക്കാണ്ട് റിലേറ്റഡ് പേഴ്സൺസ് എന്താണെന്നും ഡിസ്റ്റിങ് പേഴ്സൺസ് എന്താണെന്നും എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ അങ്ങ് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ റിലേറ്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്നാണ് നമ്മളൊരു അസറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും നമുക്ക് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ദ
അതിന്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു നോക്കി, പ്രൊവൈഡഡ് ദാറ്റ് ഗിഫ്റ്റ് നോട്ട് എക്സീഡിംഗ് 50,000 ഇൻ വാല്യൂ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ബൈ ആൻ എംപ്ലോയർ ടു ആൻ എംപ്ലോയി ഷാൾ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എത്ര രൂപ വരെ? 50,000 രൂപ വരെ കുഴപ്പമില്ല, മനസ്സിലായി? അതിന് മുകളിലാണെങ്കിലാണ് പ്രശ്നം. ദാറ്റ് മീൻസ് നോക്കി, പ്രൊവൈഡഡ് ദാറ്റ് ഗിഫ്റ്റ് നോട്ട് എക്സീഡിംഗ് 50,000, 50,000 രൂപയ്ക്ക് മുകളിൽ പോയിട്ടില്ല. ഇൻ വാല്യൂ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ബൈ ആൻ എംപ്ലോയർ ടു ആൻ എംപ്ലോയി ഷാൾ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അതായത് 50,000 രൂപ വരെ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ആര്? എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. ആഫ്റ്റർ 50,000 വരുമ്പോഴാണ് പ്രശ്നം, മനസ്സിലായി? നമുക്ക് ഓരോന്നും വഴിയെ ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. അടുത്തത് സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ എ പ്രിൻസിപ്പൽ ടു ഹിസ് ഏജന്റ് ആൻഡ് ഓർ ബൈ ആൻ ഏജന്റ് ടു ഹിസ് പ്രിൻസിപ്പൽസ്. അതായത് ട്രാൻസാക്ഷൻ നടക്കുന്നത് പ്രിൻസിപ്പൽ ഏജന്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ അവിടെ ഏജന്റ് പ്രിൻസിപ്പളിന് കൊടുക്കുന്നതോ പ്രിൻസിപ്പൽ തിരിച്ച് ഏജന്റിന് കൈമാറുന്നതോ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇമ്പോർട്ട് ഓഫ് സർവീസസ്. വിത്ത് എഫക്ട് ഫ്രം 1/9/2009 the term taxable omitted. അതായത് ടാക്സബിൾ സർവീസ് എന്നല്ല പറയണേ, ഇമ്പോർട്ട് ഓഫ് സർവീസസ് ബൈ എ പേഴ്സൺ ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം എനി ഓഫ് ഹിസ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് രണ്ടും തമ്മിൽ തെറ്റരുത്. അവിടെ നമ്മൾ പറഞ്ഞ എന്താ? ഇമ്പോർട്ട് ഓഫ് എ സർവീസ് അല്ലെ വിത്ത് കൺസിഡറേഷൻ, അതെന്താവണം എന്ന് നിർബന്ധമില്ല. ഈ പറഞ്ഞിരിക്കുന്ന പോലെ ബിസിനസിന്റെ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആവണം എന്ന് നിർബന്ധമില്ല. അതാണ് സെക്ഷൻ അല്ലെങ്കിൽ ക്ലോസ് ബിക്ക് അത് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതാണ് പറഞ്ഞു നിർത്തി. എങ്ങനെയായിരുന്നു? ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്, ഓക്കെ, കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് കൊണ്ടുവരണേ. പക്ഷെ കൊണ്ടുവരുന്നത് എന്തായിട്ടല്ല, ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസിന് വേണ്ടിയിട്ടല്ല. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്, ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ്. ഓക്കെ, പക്ഷെ അത് എന്തല്ല, കൺസിഡറേഷൻ കൊടുക്കാതെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? ടാക്സബിൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനകത്ത് പറഞ്ഞിരിക്കണേ? നമ്മുടെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കണേ. ഷെഡ്യൂൾ നമ്പർ 1, ദാറ്റ് മീൻസ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് സി പ്രകാരം ഷെഡ്യൂൾ നമ്പർ 1-നകത്ത് 4 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? ദ ഫസ്റ്റ് വൺ, the permanent transfer or disposal of a business asset. All kind of disposal or transfer of a business asset made by an entity on permanent basis, even without the consideration, will be treated as a supply provided input tax credit has been availed on such assets. Input tax credit avail ചെയ്തിട്ടുണ്ടാവണം, claim ചെയ്തിട്ടുണ്ടാവണം. Example നോക്കി, Z Limited upgrade the computer system. The existing computer and laptop which do not support the upgrade version donate to a trust. Trustന് donate ചെയ്തു. This amounts to permanent transfer of a business asset. The same will be treated as supply of goods and liable to GST in the hands of Z Limited, provided if the company avail input tax credit on such computers and laptop. എങ്ങനെയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിന്റെയും ലാപ്ടോപ്പിന്റെയും എമൗണ്ട് ഓഫ് ക്രെഡിറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവൈൽ ചെയ്തിട്ടാണ് ട്രസ്റ്റിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ട്രസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ കൺസിഡറേഷൻ ഒന്നും വാങ്ങിക്കില്ല അല്ലേ? സോ ട്രസ്റ്റിന് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, Shankar Private Limited being a trader in clothes permanently transfer 50% of its stock to a society free of cost. സ്റ്റോക്കിന്റെ 50% നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. In this case, the transfer of business stock would amount to supply if the company had availed input tax credit on the purchase of the clothes. അതായത് ഈ പറഞ്ഞ ക്ലോത്ത് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും ടാക്സബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആൻഡ് തേർഡ് വൺ, മിസ്റ്റർ ദാസ് പർച്ചേസ്ഡ് എ കാർ ഫോർ പേഴ്സണൽ യൂസ് and after a year sold it to a car dealer for ₹2 lakh. നോക്കേ, പേഴ്സണൽ യൂസിനാണ് വാങ്ങിക്കണേ. 2 വർഷത്തിന് ശേഷം അത് ഡീലർക്ക് 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു. വിൽ ദ ട്രാൻസാക്ഷൻ ബി എ സപ്ലൈ ഇൻ ടേംസ് ഓഫ് GST? ഓക്കെ, ഇതെങ്ങനെ GST ആവണേ? നമ്മൾ വാങ്ങിക്കുന്നത് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ വാങ്ങിക്കുന്നത് എങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതെന്തല്ല, ഇതൊരു ടാക്സബിൾ സപ്ലൈ പോലും അല്ല. മനസ്സിലായോ? സോ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമുക്ക് കൊടുത്തിരിക്കണേ. നിങ്ങൾ ആ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി കേട്ടോ. എല്ലാത്തിൻ്റെയും ബേസ് ഇത് തന്നെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, അസറ്റ് ആണോ നോക്കുക, ആ അസറ്റിന്റെ പെർമനന്റ് ഡിസ്പോസലോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ആണോ എന്ന് നോക്കുക. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ട്രാൻസ്ഫർ ആയിട്ട് അല്ലെങ്കിൽ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇനി പറഞ്ഞിരിക്കുന്നത് 1Bയും 1Cയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1B ആണെങ്കിൽ ഓക്കെ എന്ത് വേണം? 1B ആണെങ്കിൽ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ് അല്ലെ?
കൺസിഡറേഷൻ നെസസറിലി ആയിട്ട് ഉണ്ടായിരിക്കണം. അത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ 1C ആണെങ്കിലും എന്ത് നിർബന്ധമില്ല, കൺസിഡറേഷൻ നിർബന്ധമില്ല, പക്ഷേ ഏത് നിർബന്ധമായിരിക്കണം? ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കണം. മനസ്സിലായി? ആ രണ്ടിന്റെ ഡിഫറൻസ് ഒന്ന് ഓർത്തിരിക്കണേ. 1Bയും 1Cയും തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് സെക്കൻഡ് വൺ, ആദ്യത്തെ കാര്യങ്ങൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സപ്ലൈ ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് അല്ലേ? സോ നോക്കിയേ, ദ സപ്ലൈ ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ ആസ് പെർ ദ എക്സ്പ്ലനേഷൻ ടു സെക്ഷൻ നമ്പർ 15 റിലേറ്റഡ് പേഴ്സൺസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, സച്ച് പേഴ്സൺസ്, അതായത് പേഴ്സൺ ഷാൾ ബി ഡീംഡ് ടു ബി റിലേറ്റഡ് പേഴ്സൺ if such persons are officers or directors of one another's business. മനസ്സിലായി? അതായത് വൺ അനദേഴ്സ് ബിസിനസ്, വേറൊരാളുടെ ബിസിനസിന്റെ എന്തായിരിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഓഫീസറോ ഡയറക്ടറോ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഈ പറഞ്ഞിരിക്കുന്ന റിലേറ്റഡ് പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ, സച്ച് പേഴ്സൺസ് ആർ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്ണർ ഇൻ എ ബിസിനസ്. ബിസിനസിന്റെ പാർട്ട്ണർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബിസിനസിന്റെ റിലേറ്റഡ് പാർട്ടി ആയിരിക്കും ഈ പാർട്ട്ണർ. അതേപോലെ തന്നെ ഈ ബിസിനസിന്റെ ഓഫീസേഴ്സ്, ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ബിസിനസിന്റെ എന്തായിരിക്കും? റിലേറ്റഡ് പാർട്ടീസ് ആയിരിക്കും. മനസ്സിലായി? സോ ഇവര് തമ്മിലുള്ള ട്രാൻസാക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ആൻഡ് ദ തേർഡ് വൺ, സച്ച് പേഴ്സൺസ് ആർ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്ണർ ഇൻ എ ബിസിനസ്. ആൻഡ് തേർഡ് വൺ, സച്ച് പേഴ്സൺസ് ആർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ, അവരെന്താണ്? എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരെന്താണ്? അവർ റിലേറ്റഡ് പാർട്ടീസ് ആണ്. അതായത് എംപ്ലോയർ ഏതെങ്കിലും ഒരു സാധനം എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ടാക്സബിൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അടുത്തത് ഇനിയുള്ളതാണ് ഇമ്പോർട്ടന്റ്. എനി പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൺസ്, കൺട്രോൾ ഓർ ഹോൾഡ് 25% or more of the outstanding voting stock of the shares of the both of them. അതായത് A, B എന്ന് പറയുന്ന രണ്ട് കമ്പനിയുണ്ട്. ഓക്കെ, ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എക്കകത്തും ബിക്കകത്തും 25% കൂടുതൽ ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ എയും ബിയും റിലേറ്റഡ് പാർട്ടീസ് ആണ്. എങ്ങനെയായിരുന്നു? എനിക്കാണ് ഷെയർ, ഔട്ട്സ്റ്റാൻഡിംഗ് വോട്ടിംഗ് എത്രയാണോ അതിന്റെ 25%-നേക്കാൾ കൂടുതൽ ഷെയർ എനിക്കുണ്ട്. ഏതൊക്കെ കമ്പനിയുടെ? എയുടെയും ബിയുടെയും ഉണ്ട്. സോ ഞാൻ കാരണം എയും ബിയും എന്തായി? റിലേറ്റഡ് പാർട്ടീസ് ആയി. സിറ്റുവേഷൻ മനസ്സിലായി? നോക്കി, എനി പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൺസ്, കൺട്രോൾ ഓർ ഹോൾഡ് 25% or more the outstanding voting stock of the shares of both of them. മനസ്സിലായി? And the second one of them directly or indirectly control the other. ഓക്കെ, ഒരു കമ്പനി വേറൊരു കമ്പനിയോ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് പറയാം? റിലേറ്റഡ് പാർട്ടീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആൻഡ് ബോത്ത് ഓഫ് ദംസ് ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾഡ് ബൈ എ തേർഡ് പേഴ്സൺ. നേരത്തെ പറഞ്ഞതുപോലെ ഈ എ ബി രണ്ട് കമ്പനിയും ഒരു തേർഡ് പേഴ്സൺ ആണ് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുക. മനസ്സിലായി? അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എയും ബിയും റിലേറ്റഡ് പാർട്ടീസ് ആവും. ആൻഡ് ടുഗദർ ദേ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾ എ തേർഡ് പേഴ്സൺ. ഓക്കെ, ആൻഡ് ദേ ആർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി. മനസ്സിലായോ? സോ ഫാമിലി എന്താണെന്ന് അറിയാം. ദേ ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി. ഒരു ഫാമിലിയുടെ മെമ്പേഴ്സ് ആണെങ്കിൽ അവർ തമ്മിൽ റിലേറ്റഡ് പാർട്ടീസ് ആവും. മനസ്സിലായി? സോ എന്താണ് ഫാമിലി എന്നൊക്കെ നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ഇല്ലുസ്ട്രേഷൻസ്, എക്സാമ്പിൾസ് നോക്കാം. നോക്കി, എനി പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൺസ്, കൺട്രോൾ ഓർ ഹോൾഡ് 25% or more of ഔട്ട്സ്റ്റാൻഡിംഗ് വോട്ടിംഗ് സ്റ്റോക്ക് ഓർ ഷെയർസ് ഓഫ് ദം, ബോത്ത് ഓഫ് ദം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ എന്തെന്ന് പറയാം? ഈ പറഞ്ഞിരിക്കുന്ന റിലേറ്റഡ് പാർട്ടീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എക്സാമ്പിൾ നോക്കി, ബീറ്റ ആൻഡ് കോ ഹോൾഡ് 30% ഷെയർസ് ഇൻ എ ലിമിറ്റഡ് ആൻഡ് 25,000 ഷെയർസ് ഇൻ ബി ലിമിറ്റഡ്. മനസ്സിലായി? അതായത് ബീറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് എ ലിമിറ്റഡിനകത്ത് 30,000 ഷെയർസ് ഉണ്ട്, ബി ലിമിറ്റഡിനകത്ത് 25,000 ഷെയർസ് ഉണ്ട്. ഇനി എ ലിമിറ്റഡിന്റെ ഷെയർ ക്യാപിറ്റൽ നോക്കി, 1,00,000 ഇക്വിറ്റി ഷെയർസ് ആണോ? സോ 30,000 എന്ന് പറയുമ്പോൾ 30% വരും. ദാറ്റ് മീൻസ് മോർ ദാൻ 25% വരും. ഇനി ബി എന്ന് പറയുന്ന കമ്പനിക്ക് ടോട്ടൽ 80,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അതിന്റെ 25% എന്ന് പറയുന്നത് ആരെടുത്താ? ഈ പറഞ്ഞിരിക്കുന്ന അതിന്റെ 25,000 എന്ന് പറയുന്നത് ബീറ്റയുടെ എടുത്താ. സോ ബീറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് എ എന്ന് പറയുന്ന കമ്പനിയിലും ബി എന്ന് പറയുന്ന കമ്പനിയിലും 25%-നേക്കാൾ കൂടുതൽ ഷെയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ എനെയും ബിനെയും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? മനസ്സിലായല്ലോ? എയും ബീറ്റയും ബിയും ബീറ്റയും തമ്മിലല്ല പറയണേ. ബീറ്റയ്ക്ക് ഇവർ രണ്ടുപേരെയും ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെയും 25% മോൾ ഷെയർ ആരുടെ കയ്യിലുണ്ട്? ബീറ്റയുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടോ, എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് ദേ വിൽ ബി കൺസിഡേർഡ് ആസ് എ റിലേറ്റഡ് പാർട്ടി. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എനെയും ബിനെയും ആണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ? റിലേറ്റഡ് പാർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ,
Reliable Group has 3 companies, namely TLO. As group of companies, and Reliable Limited as a parent company. Reliable Limited hold 25% shares in each group company. Therefore, TLO companies will be considered as a related party. മനസ്സിലായി? അതായത് ഒന്ന് പാരന്റ് കമ്പനിയും ബാക്കിയുള്ള 3 സബ്സിഡറി കമ്പനിയാണ്. ഈ പാരന്റ് കമ്പനിക്ക് ഈ 3 കമ്പനിയുടെയും 25%നേക്കാൾ കൂടുതൽ ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിചാരിക്കാനല്ല, ഷെയർ ഉണ്ട്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന TLO ഈ 3 കമ്പനീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടത്തുകയോ ആ ട്രാൻസാക്ഷൻ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലോ അതിനെ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, Ravi & Co, the employer who is a representative to his employee, represents his employee before the income tax authority, but does not charge any provisional fee in respect of the same. Is it supply liable to GST? Taxable supply ആണ് അല്ലേ? എംപ്ലോയി ആണെങ്കിൽ എന്തായിരിക്കും? ടാക്സബിൾ സപ്ലൈ ആണ്. സോ നോക്കിയേ, രവി ആൻഡ് കോ എംപ്ലോയർ ആണ്, who is represents his employee before the income tax authorities. അതായത് എംപ്ലോയർക്ക് വേണ്ടിയിട്ട് എംപ്ലോയി ആണ് റെപ്രസെന്റ് ചെയ്യണേ, എന്നിട്ട് എംപ്ലോയി അതിനകത്ത് നിന്ന് എന്ത് വാങ്ങിച്ചില്ല? യാതൊരു തരത്തിലുള്ള ഫീസും വാങ്ങിച്ചില്ല. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഓക്കെ, ടാക്സബിൾ സപ്ലൈ ആണ്, GST ആണ്. കാരണം എന്താ? എംപ്ലോയറും എംപ്ലോയി എന്താ? ഈ പറഞ്ഞിരിക്കുന്ന പോലെ റിലേറ്റഡ് പേഴ്സൺസ് ആണ്. സോ എംപ്ലോയി തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ദ എംപ്ലോയർ റിലേഷൻഷിപ്പ്. സപ്ലൈ ഇൻക്ലൂഡ്സ് ആൻഡ് എക്സ്ക്ലൂഡ്സ്. That means service provided by the employee to the employer, not in the course of employment, pay GST. അതായത് ഇവർ തമ്മിൽ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എംപ്ലോയ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? സോ ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റേ അല്ല. അങ്ങനെയാണെങ്കിൽ അവർ GST പേ ചെയ്യേണ്ടി വരും. ഇനി എംപ്ലോയ്മെന്റിന്റെ കോഴ്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ ആണ്, അതായത് എംപ്ലോയി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നത് ഈ പറയുന്ന എംപ്ലോയ്മെന്റിന്റെ ബേസിനകത്താണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ റെഗുലർ ബേസിനകത്താണെങ്കിൽ എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? GST പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കോൺട്രാക്ട് ബേസിനകത്താണെന്ന് വിചാരിക്കുക, അവിടെ ആ കോൺട്രാക്ട് അപ്പോയിന്റ് ചെയ്യുന്നത് എംപ്ലോയ്ഡ് ബൈ ദ കമ്പനി, ആ കോൺട്രാക്ട് അടിസ്ഥാനപ്പെടുത്തി ജോലി കൊടുക്കുന്നത് ആരാണ്? കമ്പനി ആണെങ്കിൽ GST കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ വേറൊരാളുടെ കോൺട്രാക്ടിന്റെ കീഴിലാണ് ഇവിടെ പണിയെടുക്കാൻ പറഞ്ഞതെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? GST കൊടുക്കേണ്ടി വരും. ഓക്കെ, ദാറ്റ് മീൻസ് ഞാൻ എംപ്ലോയറും നിങ്ങൾ എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ഏതെങ്കിലും ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് GST കൊടുക്കേണ്ട. പക്ഷേ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടല്ല, ഞാൻ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിനാണ് നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ, നമ്മൾ തമ്മിലൊരു ട്രാൻസാക്ഷൻ ഉണ്ടാവണം എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതിന് GST കൊടുക്കണം. ഇനി നിങ്ങൾ എൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കോൺട്രാക്റ്റിൽ കീഴിൽ വന്ന വർക്കേഴ്സാണ്. ഓക്കെ, നിങ്ങളെ കോൺട്രാക്റ്റിൽ വർക്ക് ഏൽപ്പിച്ചത് ഞാനാണെന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങൾക്ക് തരുന്ന സാലറിയാണ്, അല്ലാതെ GST ട്രാൻസാക്ഷൻസ് അല്ല. പക്ഷേ വേറെ ഏതോ ഒരു കോൺട്രാക്ടറിന്റെ കീഴിലാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പണി നിൽക്കണമെന്ന് വിചാരിക്കുക. സോ നമ്മൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിന് എന്ത് കൊടുക്കേണ്ടി വരും? GST പേ ചെയ്യേണ്ടി വരും. ഓക്കെ, നോക്കാം, എക്സാമ്പിൾ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Ram has received a sum of ₹5 lakh from his employer on premature termination of his contract of employment. Ram needs your advice as to whether such receipts are liable to GST. ആണോ? ഇവിടെ എംപ്ലോയ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കണേ, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് അടിസ്ഥാനത്തിലാണ്. GST വരുമോ? വരില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ. എംപ്ലോയ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്, നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, GST കൊടുക്കേണ്ട, അല്ലെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. അടുത്തത് അതിന്റെ കൂടെ രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കി, മിസ്റ്റർ രാജു ആൻ എംപ്ലോയി പ്രൊവൈഡ്സ് ഹിസ് സർവീസ് ഓൺ കോൺട്രാക്ട് ബേസിസ് ടു ആൻ അസോസിയേറ്റ് കമ്പനി ഓഫ് വിക്രം എന്റർപ്രൈസസ്. ദ എംപ്ലോയർ, the above activity is being carried out in lieu of specific monetary consideration. Is it supply? If so, who is liable to pay GST? മനസ്സിലായി? സപ്ലൈ ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, സപ്ലൈ ആണ്. എന്താ? ഓക്കെ, രാജു ആൻ എംപ്ലോയി പ്രൊവൈഡ്സ് ഹിസ് സർവീസ് ഓൺ എ കോൺട്രാക്ട് ബേസിസ് ടു ആൻ അസോസിയേറ്റ് കമ്പനി ഓഫ് വിക്രം എന്റർപ്രൈസ്. മനസ്സിലായി? ഓക്കെ, അതായത് ആരല്ല വിക്രമല്ല അപ്പോയിന്റ് ചെയ്തിരിക്കണേ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ liable to pay GST is in the hands of associated company of Vikram Enterprise. മനസ്സിലായല്ലോ? Okay, since Mr. Raju supplied services for consideration to associate company of Vikram Enterprise but not to his employer. അതായത് ഇവിടെ രാജു വർക്ക് ചെയ്തിരിക്കുന്നത് എംപ്ലോയർക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആ കമ്പനി അല്ല, വിക്രം എന്റർപ്രൈസസ് അല്ല ആരെ അപ്പോയിന്റ് ചെയ്യണേ? രാജുവിനെ അപ്പോയിന്റ് ചെയ്യണേ. രാജു അസോസിയേറ്റ് കമ്പനിയിലാണ് അല്ലെ, അല്ലെങ്കിൽ വിക്രമാണ് ഈ അസോസിയേറ്റഡ് കമ്പനിയെ ഏൽപ്പിച്ച രാജുവിന്റെ സർവീസിന് വേണ്ടിയിട്ട്.
ഓക്കെ, സോ ഇവിടെ കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ കയറി വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ കമ്പനി അല്ല രാജുവിനെ അപ്പോയിന്റ് ചെയ്യണേ, അതുകൊണ്ട് GST ബാധകമാണ്. ഇനി ഈ വിക്രം ലിമിറ്റഡ് ആണ് ഡയറക്റ്റ് ആയിട്ട് രാജുവിനെ അപ്പോയിന്റ് ചെയ്യണേ എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, GST ബാധകമല്ല. അവിടെ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കേസായി. നോക്കാം. സാലറി പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ബൈ എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് ലയബിൾ ടു GST. ഓക്കെ, എന്തായിരുന്നു? സാലറി പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ബൈ എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് ലയബിൾ ടു GST. ഓക്കെ, പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നത് എന്താ? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലേ? നോക്കി, നോ, ഇറ്റ് ഈസ് നോട്ട് സപ്ലൈ, ഇറ്റ് ഈസ് മിയർലി ആൻ അപ്രോപ്രിയേറ്റ് ഓഫ് പ്രോഫിറ്റ്സ്. പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ മാത്രമാണ്. അതെങ്ങനെ ഒരു സപ്ലൈ ആവണേ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് നോക്കി, വെദർ ഓൾ ദ ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് മാനേജിംഗ് ഡയറക്ടേഴ്സ് ഈസ് ആൻ എംപ്ലോയി ഓഫ് ദ കമ്പനി. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് സാധാരണ രീതി. ഈ പറയുന്ന ഡയറക്ടേഴ്സും എംപ്ലോയീസും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കമ്പനിയുടെ എംപ്ലോയീസ് തന്നെയാണ്, ആണോ? ചുമ്മാ നാലോചിക്കേ, ഡയറക്ടർ ഉണ്ട്, മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്, ഹോൾ ടൈം ഡയറക്ടർ ഉണ്ട്, വർക്കിംഗ് ഡയറക്ടർ ഉണ്ട്, അങ്ങനെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കമ്പനിയുടെ എംപ്ലോയീസ് ആണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണേ, അല്ലെ? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണേ. സോ ആരൊക്കെയാണ് കമ്പനിയുടെ എംപ്ലോയീസ് എന്ന് അറിയണം. ദാറ്റ് മീൻസ് മാനേജിംഗ് ഡയറക്ടർ, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഓഫ് മാസ്റ്റർ ആൻഡ് സെർവന്റ്. മനസ്സിലായോ? സോ ഇല്ല, GST is liable to pay. മനസ്സിലായല്ലോ? എന്തായിരുന്നു? മാനേജിംഗ് ഡയറക്ടർ, ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഇല്ല. ആൻഡ് ദ സെക്കൻഡ് വൺ, ഹോൾ ടൈം ഡയറക്ടർ. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, GST കൊടുക്കേണ്ട കാര്യമില്ല. ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, ഈ പറയുന്നത് പോലെ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ട്, GST കൊടുക്കേണ്ട കാര്യമില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഓർ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. അവിടെ എന്തില്ല, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ്, കമ്പനിയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല, നോൺ എക്സിക്യൂട്ടീവ് ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ്. ഇവരും കമ്പനിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഓക്കെ, അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? GST കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ഈ പറയുന്ന കമ്പനിയും ഈ പറയുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, GST കൊടുക്കാതിരിക്കേണ്ട കാര്യമുള്ളൂ. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്തിനു കൊടുക്കേണ്ടി വരും? GST കൊടുക്കേണ്ടി വരും. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഈ എംപ്ലോയറും എംപ്ലോയി ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ പറയണേ, ദ ഫ്രിഞ്ച് ബെനിഫിറ്റ് GST. നോക്കാം. ദ കോമ്പൻസേഷൻ ടു എംപ്ലോയി ഇൻ ദ ഫോം ഓഫ് മണി ഇസ് നോട്ട് എ സപ്ലൈ. അതായത് എംപ്ലോയിക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുകയാണ്, ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് സപ്ലൈ അല്ല, അത് അവരുടെ എംപ്ലോയ്മെന്റിന്റെ ഭാഗമാണ്. ഇനി ഹൗവർ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് ആർ ലയബിൾ ടു ടാക്സ് ഇഫ് നോട്ട് എക്സെപ്റ്റഡ്. അതായത് മോണിറ്ററി ടേംസിലല്ല കൊടുക്കുന്നത്, വേറെ എന്തെങ്കിലും ഒരു സർവീസ് ആയിട്ടാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. സോ അങ്ങനെയാണെങ്കിൽ അത് എക്സെപ്റ്റഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? ലയബിൾ ടു ടാക്സ് ആണ്. അതായത് എക്സെപ്റ്റഡ്, നമുക്ക് ഇനി കുറെ എന്തൊക്കെയാണ് എക്സെപ്റ്റഡ് സപ്ലൈ എന്ന് പഠിക്കാനുണ്ട്. അങ്ങനെ വരുന്ന എക്സെപ്റ്റഡ് അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുന്ന മോണിറ്ററി അല്ലാതെ കൊടുക്കുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? GST കൊടുക്കേണ്ടി വരും, ലയബിൾ ടു GST. മനസ്സിലായി? The fringe benefits are the transaction in furtherance of business. Even if supplied without consideration, the same are deemed to be supplied and will attract GST. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയീസിന് ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് എംപ്ലോയറുടെ അല്ലെങ്കിൽ ആ ബിസിനസിന്റെ ഒരു ഫർദറൻസിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. മനസ്സിലായി? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ദാറ്റ് മീൻസ് മോണിറ്ററി ആയിട്ട് തരാത്ത വേറെ ഏതെങ്കിലും ഒരു സർവീസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരണമെന്ന് വിചാരിക്കുക. ഈ തരുന്നത് എൻ്റെ ബിസിനസിന്റെ ഒരു ഫർദറൻസിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന നേരത്ത് അവിടെ നമ്മൾ അതിന് എന്ത് കൊടുക്കേണ്ടി വരും? GST കൊടുക്കേണ്ടി വരും. മനസ്സിലായി? നമുക്കത് എക്സെപ്റ്റഡ് ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പറയാം. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. എംപ്ലോയിക്ക് കൊടുക്കുന്നത് മോണിറ്ററി ആയിട്ടാണെങ്കിൽ അത് എംപ്ലോയ്മെന്റ് ബേസിനകത്താണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ പറയുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റ് ആണെന്ന് വിചാരിക്കുക. ആ ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊടുക്കുന്നത് ഈ പറയുന്ന ഫർദറൻസ് ഓഫ് ബിസിനസിന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ ഏത് കയറി വരും? ഈ പറഞ്ഞിരിക്കുന്ന പോലെ GST അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ദ സെക്കൻഡ് വൺ, പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? ഡിസ്റ്റിങ് പേഴ്സൺസ് അല്ലേ? ദാറ്റ് മീൻസ് റിലേറ്റഡ് പേഴ്സൺസ് ആൻഡ് ഡിസ്റ്റിങ് പേഴ്സൺസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് റിലേറ്റഡ് പേഴ്സൺസ് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ഡിസ്റ്റിങ് പേഴ്സൺസ് എന്താണെന്ന് നോക്കണം. നോക്കാം. എവറി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് എ പേഴ്സൺ വേർ ദ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫോർ ഔട്ട്പുട്ട് സപ്ലൈ വിൽ കൺസിഡർഡ് ആസ് ഡിസ്റ്റിങ് പേഴ്സൺ. ശ്രദ്ധിക്കണേ. എവറി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് എ പേഴ്സൺ വേർ എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫോർ ദ ഔട്ട്പുട്ട് സപ്ലൈ. മനസ്സിലായോ? അതായത് എനിക്ക് രണ്ട് ബിസിനസ് ഉണ്ട്. ഈ രണ്ട് ബിസിനസ്സിന് ഞാൻ രണ്ട് തരത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കണേ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഡിസ്റ്റിങ് പേഴ്സൺസ് ആണ്.
സിറ്റുവേഷൻ മനസ്സിലായോ? എങ്ങനെയാ? എവറി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് എ പേഴ്സൺ വേർ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകൾക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫോർ ഔട്ട്പുട്ട് സപ്ലൈ വിൽ ബി കൺസിഡേർഡ് ആസ് എ ഡിസ്റ്റിങ് പേഴ്സൺസ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ബിസിനസ്സുകളെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡിസ്റ്റിങ് പേഴ്സൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഞാൻ എന്തെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കാം. Okay, section 25 subsection 4, a person who has obtained or required to obtain more than one registration, whether in one state or union territory or more than one state or union territory, shall in respect of each such registration be treated as a distinct person for the purpose of this act. മനസ്സിലായോ? ഒരു സ്റ്റേറ്റിലോ ഒരു യൂണിയൻ ടെറിട്ടറിയിലോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോ വേറെ യൂണിയൻ ടെറിട്ടറിയിലോ ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡിസ്റ്റിങ് പേഴ്സൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് where a person who has obtained or is required to obtain registration in a state or a union territory in respect of an establishment as an establishment in another state or union territory, then such establishment shall be treated as establishment of distinct person for the purpose of this act. മനസ്സിലായോ? ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. രണ്ടാമത്തേനകത്തും പറഞ്ഞത് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച്, നമ്മൾ എന്താ പഠിക്കണേ? റിലേറ്റഡ് പാർട്ടീസോ ഡിസ്റ്റിങ് പാർട്ടീസോ തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ട്രാൻസാക്ഷൻ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഷെഡ്യൂൾ നമ്പർ 1 പ്രകാരം എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഇവിടെ എനിക്ക് രണ്ട് ബിസിനസ് ഉണ്ട്. ആ രണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നാലും രണ്ടും ആരുടെയാ? എൻ്റെയാ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ രണ്ട് ബിസിനസ്സിനെ ഞാൻ ഡിസ്റ്റിങ് പേഴ്സൺസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണേ. ഇവരുടെ ട്രാൻസാക്ഷൻ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ഞാൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ, അത് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. മനസ്സിലായോ? നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നോക്കാം. സി ലിമിറ്റഡ് ഹാസ് 3 branches A, B, Z in different states. A in Telangana has run out of stock and B from Andhra Pradesh transfer is its excess stock. Okay, സി ലിമിറ്റഡ് ആണ്. സി ലിമിറ്റഡിന് 3 ബ്രാഞ്ചുകളുണ്ട്, എയും ബിയും സെഡും. എ ഇൻ തെലങ്കാന ഹാസ് റൺ ഔട്ട് ഓഫ് സ്റ്റോക്ക്. എയുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത ഭാഗത്ത് ബി ഫ്രം ആന്ധ്രാപ്രദേശ് ബിയുടെ അടുത്ത് എന്ത് പറഞ്ഞു? സ്റ്റോക്ക് കൊടുക്കാൻ പറഞ്ഞു. സോ ഇവിടെ എയും ബിയും ഇസഡും എന്താണ്? ഡിസ്റ്റിങ് പേഴ്സൺസ് ആണ്, അല്ലേ? ആണല്ലോ. സോ ഇവിടെ ബി ആണ് എക്ക് എന്ത് കൊടുക്കുന്നത്? ഗുഡ്സ് കൊടുക്കുന്നത് വിത്തൗട്ട് കൺസിഡറേഷൻ. അങ്ങനെയാണെങ്കിൽ പോലും യെസ്, ഇറ്റ്സ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ലയബിൾ ടു GST. മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ റിലേറ്റഡ് പാർട്ടീസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, നമ്മളൊരു ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു 50,000-ന്റെ, അല്ലേ? ഓക്കെ, ഗിഫ്റ്റ് നോട്ട് എക്സീഡിംഗ് 50,000 in value in a financial year by an employer to an employee. That means service by employee to an employer in the course or in relation to the employment shall not be treated as supply of services. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്താ? എംപ്ലോയ്മെന്റിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സർവീസ് കൊടുക്കുന്നതെങ്കിൽ അത് ഷെഡ്യൂൾ നമ്പർ 3 പ്രകാരം എക്സംപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കേണ്ടത്. ഇവിടെ however, gift not exceeding 50,000 in value in a financial year by an employer to employee shall not constitute supply of goods or services or both. 50,000 താഴെയാണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗിഫ്റ്റാണ് 50,000 താഴെയാണെങ്കിൽ അതിനെ എന്താ? ഷാൾ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഓക്കെ, Guideline Academy Private Limited gives Diwali gift to each employee worth ₹75,000. Since an employee and employer are considered to be related persons, such a gift treated as supply and would be liable to GST on the entire value. 50,000 രൂപ എന്നാണ് പറഞ്ഞിരിക്കണേ. 50,000 മുകളിൽ ഇവിടെ 75,000. സോ ഡിഫറൻസ് വന്ന 25,000 മാത്രമല്ല, നിങ്ങൾ തെറ്റിക്കും. മനസ്സിലായി? 50,000 രൂപ വില വരുന്ന ഗിഫ്റ്റിന് ടാക്സ് കൊടുക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കണേ. പക്ഷേ ഇവിടെ 75,000. സാധാരണ രീതിയിൽ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് 75 - 50 ചെയ്ത് 25,000 ടാക്സ് കൊടുക്കും. ഇവിടെ അങ്ങനെയല്ല പറയണേ. 50,000 മുകളിൽ പോയാൽ ദ എൻറ്റയർ വാല്യൂ GSTക്ക് അപ്ലിക്കബിൾ ആണ്. മനസ്സിലായി? സോ ഈ 75,000 ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് വരും? ഈ GSTക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് സപ്ലൈ ടു ഏജന്റ് ഓർ ബൈ ഏജന്റ് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ ദ പ്രിൻസിപ്പൽ ടു ആൻ ഏജന്റ് or by the agent to principal will be considered as supply even if without consideration the said transactions are leviable under GST. അതായത് പ്രിൻസിപ്പൽ ടു ഏജന്റ് അല്ലെങ്കിൽ ഏജന്റ് ടു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന രീതിയിലാണ് ഇത് കയറി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? അല്ലെങ്കിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? ടാക്സബിൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ, P registered person located in Cochin and having go down in Cochin transfer the goods to clearing and forwarding agent.
located in Chennai. ഏജന്റിനാണ് ട്രാൻസ്ഫർ ചെയ്യണേ ചെന്നൈയിലോട്ട്. Such activity of transfer shall be considered as supply even if there is no consideration for such a transfer and hence leviable to GST. അതായത് ചെന്നൈയിലുള്ള ആള് കൊച്ചിയിലുള്ള ആള് ചെന്നൈയിലുള്ള ഏജന്റിന് നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ പ്രിൻസിപ്പൽ ടു ഏജന്റ് ആണ്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് അപ്രോച്ചൊക്കെയാണ് നമുക്ക് മെറ്റീരിയലിനകത്ത് തന്നിരിക്കണേ. ഈ പറഞ്ഞിരിക്കുന്ന ഏതിൻ്റെ ആയിരുന്നു നമ്മുടെ ഈ പ്രിൻസിപ്പൽ ഏജന്റിന്റെ ഒരു 2-3 പിക്ചറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. And the last one, importation of service. Import of service of a taxable person from a related person or for his establishment located outside India in the course or furtherance of business shall be treated as supply. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസിനെ കുറിച്ച്. എങ്ങനെയായിരുന്നു? ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം ഹിസ് എസ്റ്റാബ്ലിഷ്മെന്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. മനസ്സിലായോ? എന്തായിരുന്നു? ശ്രദ്ധിച്ചേ, ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. മനസ്സിലായോ? നമ്മളാണ് ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ആരിൽ നിന്നാണ്? വിദേശത്തുള്ള നമ്മുടെ റിലേറ്റഡ് പേഴ്സൺസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ തന്നെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നോ. ഓക്കെ, സോ നമ്മളൊരു ടാക്സബിൾ പേഴ്സൺ ആണ്, നമ്മൾ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ് ചെയ്യണേ. ആരിൽ നിന്നാണെന്ന് വെച്ചാൽ നമ്മുടെ റിലേറ്റഡ് പേഴ്സൺസിൽ നിന്നോ, ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ റിലേറ്റഡ് പേഴ്സണിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ അതർ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നോ സർവീസുകൾ വരുന്ന നേരത്ത് ഓക്കെ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ഷാൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. അത് വരുന്നത് എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. സോ ഇമ്പോർട്ട് ഓഫ് സർവീസിനകത്ത് നമ്മൾ 3ാമത്തെ കാര്യമാണ് ഈ പഠിക്കണേ. ഇവിടെ നമ്മുടെ റിലേറ്റഡ് പാർട്ടീസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ അതർ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നാണ് പറഞ്ഞത് വിത്തൗട്ട് കൺസിഡറേഷൻ. ഏതിനു വേണ്ടിയിട്ട്? ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ട്. നോക്കാം. ഓക്കെ, Apte and Apte Limited is located in India and holding 51% shares of Williamson Limited, a US-based company. Williamson Limited provides business auxiliary service to Apte and Apte Limited will be treated as supply. മനസ്സിലായോ? ഓക്കെ, കാരണം എന്താ? ഇവിടെ 51% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ കൺട്രോളിങ് നമ്മുടെ കയ്യിലായിരിക്കും അല്ലെ? മോർ ദാൻ 50% ഷെയർസ് ആണെങ്കിൽ അവരുടെ കൺട്രോളിങ് നമ്മുടെ കയ്യിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും എന്തായിരിക്കും? റിലേറ്റഡ് പാർട്ടീസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിലേറ്റഡ് പാർട്ടീസിന്റെ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഇതിനകത്ത് അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയേ, ഒരു കാര്യം കൂടെ, നമ്മളൊരു ഫാമിലിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? അതായത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന നേരത്തെ ഒരു ഫാമിലി എന്ന് പറയുന്ന വേർഡ് കയറി വന്നായിരുന്നു. അവിടെ ദ സ്പൗസ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ദ പേഴ്സൺ ആൻഡ് ദ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ദ പേഴ്സൺ ഇഫ് ദേ ആർ ഹോളി ഓർ മെയിൻലി ഡിപ്പെൻഡന്റ് ഓൺ ദ സെഡ് പേഴ്സൺ. അതായത് ഒരാളുടെ ഫാമിലി എന്തൊക്കെയാണെന്നാണ് പറയണേ. നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫാമിലി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? അവിടെ ഫാമിലി എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ സ്പൗസ് ഓർ ചിൽഡ്രൻസ് ഓഫ് ദ പേഴ്സൺ, അതല്ലെങ്കിൽ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ദ പേഴ്സൺ എന്തായിരിക്കണം? അവർ ഹോളി ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ആരെ? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ടാക്സബിൾ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? നമ്മുടെ ഫാമിലി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഷെഡ്യൂൾ നമ്പർ 1 പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായോ? അതായത് എന്തൊക്കെയായിരുന്നു? ഒരു ട്രാൻസാക്ഷൻ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ഷെഡ്യൂളുമായിട്ട് കാണാം. ഓക്കെ, ബൈ.